Hello, good morning. Today we are going to discuss another topic, calculation of purchase consideration under intrinsic value method. Okay. Mainly there are four methods of calculating purchase consideration: lump sum method, net asset method, net payment method, and intrinsic value method. Intrinsic value method is the fourth method of calculating purchase consideration. So under intrinsic value method, purchase consideration is calculated on the basis of the intrinsic value of the shares of the transferor company. Transferor companyയുടെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ബേസിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് by using the following equation. So equation is net asset divided by number of shares. Net asset divided by the number of shares. So this is the equation of calculating intrinsic value method. Net asset divided by number of shares. So net asset means asset taken over minus liabilities taken over. നെറ്റ് അസെറ്റ് മെത്തേഡ് എന്നുള്ള സെക്കൻഡ് മെത്തേഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ് നെറ്റ് അസെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ നെറ്റ് അസെറ്റ് ടേക്കൺ ഓവർ മൈനസ് ലാബിലിറ്റീസ് ടേക്കൺ ഓവർ. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എനി എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും എമൗണ്ട് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻട്രിൻസിക് വാല്യൂ ആണ്. ഇൻട്രിൻസിക് വാല്യൂ. സെക്കൻഡ്, റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച്. തേർഡ്, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. സോ ദിസ് ആർ ദ ത്രീ സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ അണ്ടർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഫസ്റ്റ് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഇതിനകത്ത് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, നെറ്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇതാണ് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. ദെൻ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെല്ലിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ ഡിവൈഡഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ. ഇതാണ് റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. സെല്ലിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ ഡിവൈഡഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് പർച്ചേസിംഗ് കമ്പനിയുടെയും സെല്ലിംഗ് കമ്പനിയുടെയും ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന എമൗണ്ടിനെ സെല്ലിംഗ് കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂവിനെ പർച്ചേസിംഗ് കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂവുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് കാണാൻ പറ്റും. റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ എത്ര പുതിയ ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, എത്ര അഡീഷണൽ ആയിട്ട് പുതിയ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യണം എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഈ മൂന്ന് കാര്യങ്ങൾ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻട്രിൻസിക് വാല്യൂ, റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ മുഖേന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കുക, എക്സാമ്പിൾ: എ ലിമിറ്റഡ് വാസ് ടേക്കൺ ഓവർ ബൈ ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ ടേക്കൺ ഓവർ ചെയ്യുകയാണ്. എ ലിമിറ്റഡ് വാസ് ടേക്കൺ ഓവർ ബൈ ദ ബി ലിമിറ്റഡ് കമ്പനി. ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? സോ ടു ടേക്കൺ ഓവർ ബൈ ദ എ ലിമിറ്റഡ്. എ ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുന്നത്. ഇവിടെ പർച്ചേസിംഗ് കമ്പനി എന്ന് പറയുന്നത് ഏതാണ്? ബി ലിമിറ്റഡ് ആണ്. സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നതോ എ ലിമിറ്റഡ് ആണ്. സെല്ലിംഗ് കമ്പനി എ ലിമിറ്റഡ്, പർച്ചേസിംഗ് കമ്പനി ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡ് ആണ് എ ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുന്നത്. നോക്കുക, താഴെ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ചെറിയൊരു പാർട്ട് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ്: എ ലിമിറ്റഡ് 20,000, ബി ലിമിറ്റഡ് 10,000. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ്: എ ലിമിറ്റഡ് 100, ബി ലിമിറ്റഡ് 20. നെറ്റ് അസെറ്റ് 80 lakhs എ ലിമിറ്റഡ്, 10 lakh ബി ലിമിറ്റഡ്. ഒന്നും കൂടെ പറയാം. നമ്പർ ഓഫ് ഷെയർസ് 20,000 എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ് 10,000. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് 100 എ ലിമിറ്റഡ്, 20 ബി ലിമിറ്റഡ്. നെറ്റ് അസെറ്റ് 80 lakh 80 ലക്ഷം എ ലിമിറ്റഡ്, 10 lakh ബി ലിമിറ്റഡ്. ദെൻ താഴെ പറയുകയാണ് അസറ്റൈൻ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർ, റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ഇതിനകത്തുള്ള മൂന്ന് സ്റ്റേജസ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണ്. വാല്യൂ ഓഫ്
ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ്, റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ കാൽക്കുലേഷനാണ്. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നെറ്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നോക്കുക, നെറ്റ് അസെറ്റ് തന്നിട്ടുണ്ടോ? നെറ്റ് അസെറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. എ ലിമിറ്റഡിൻ്റേത് 80,000 ആണ്, ബി ലിമിറ്റഡിൻ്റേത് 80 lakh ആണ്, ബി ലിമിറ്റഡിൻ്റെ 10 lakh ആണ്. നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്. എ ലിമിറ്റഡ് 20,000 ആണ്, ബി ലിമിറ്റഡ് 10,000 ആണ്. ദെൻ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രിൻസിക് വാല്യൂ എ, നെറ്റ് അസെറ്റ് എത്രയാണ്? 80 lakh ആണ്. ദെൻ നമ്പർ ഓഫ് ഷെയർസ് 20,000. അപ്പോൾ 80 lakh ഡിവൈഡഡ് ബൈ 20,000, ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു 400 ആണ് എയുടെ ഇൻട്രിൻസിക് വാല്യൂ വരിക. ദെൻ ബി ലിമിറ്റഡിൻ്റെ കേസിൽ നെറ്റ് അസെറ്റ് 10 lakh ആണ്. ദെൻ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് 10,000 ആണ്. 10 lakh ഡിവൈഡഡ് ബൈ 10,000, ബി ലിമിറ്റഡിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 100. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഈസ് കംപ്ലീറ്റഡ്. ഫസ്റ്റ് സ്റ്റേജ് നമ്മുടേത് കംപ്ലീറ്റ് ആയി. ഇൻട്രിൻസിക് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എ ലിമിറ്റഡിൻ്റേത് 400, ബി ലിമിറ്റഡിൻ്റേത് 100. ദെൻ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്താണ്? റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് ആണ്. റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? സോ സെല്ലിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ ഡിവൈഡഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ. ഇപ്പോൾ സെല്ലിംഗ് കമ്പനിയുടെയും പർച്ചേസിംഗ് കമ്പനിയുടെയും ഇൻട്രിൻസിക് വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. എ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു? സെല്ലിംഗ് കമ്പനി ആയിരുന്നു. ബി ലിമിറ്റഡ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് കമ്പനി ആയിരുന്നു. നോക്കാം നമുക്ക്. ദെൻ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച്, സെല്ലിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ ഡിവൈഡഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ. സെല്ലിംഗ് കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ 400, ദെൻ പർച്ചേസിംഗ് കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ 100. ദെൻ അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 100 4 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് 4. Okay, 400 divided by 100 is equal to 4. So this is the ratio of exchange. Then third stage, അപ്പോൾ second stage is also completed. Then third stage, number of shares to be issued. അതിനു മുൻപ് ഒരു കാര്യം ശ്രദ്ധിക്കുക. That means ഇവിടെ 400 divided by 100 is equal to 4. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? That means the purchasing company needed to issue 4 shares to the every one share of the following selling company. സെല്ലിംഗ് കമ്പനിയുടെ ഓരോ ഒരു ഷെയറിനും പർച്ചേസിംഗ് കമ്പനിയുടെ 4 ഷെയർ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഇതാണ് റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 400 ഡിവൈഡഡ് ബൈ 100 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയല്ലോ. എന്താണ് റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? 4 ആണ്. അതായത് സെല്ലിംഗ് കമ്പനിയുടെ ഒരു ഷെയറിന് പർച്ചേസിംഗ് കമ്പനി അത് ഏറ്റെടുക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് 4 ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് 1:4 എന്നുള്ളതാണ് റേഷ്യോ. 1:4. ഓരോ ഷെയറിനും, സെല്ലിംഗ് കമ്പനിയുടെ ഓരോ ഷെയറിനും പർച്ചേസിംഗ് കമ്പനിയുടെ അഡീഷണൽ ആയിട്ട് 4 ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. 1:4 എന്നുള്ളതാണ് റേഷ്യോ. അതാണ് റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1:4. സെല്ലിംഗ് കമ്പനിയുടെ ഓരോ 1 ഷെയറിനും അഡീഷണൽ ആയിട്ട് പർച്ചേസിംഗ് കമ്പനിയുടെ 4 ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. അപ്പോൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. താഴെ മൂന്നാമത്തെ സ്റ്റേജാണ് നമ്പർ ഓഫ് ഷെയർസ്. മൂന്നാമത്തെ സ്റ്റേജ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാ? സെല്ലിംഗ് കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് നോക്കിക്കേ. സെല്ലിംഗ് കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ 20,000-ന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഓരോ 1 ഷെയറിനും അഡീഷണൽ ആയിട്ട് 4 ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ 20,000 ടോട്ടൽ ഷെയർ ഇൻറ്റു 4/1. ഓക്കെ, 4 ഷെയറിന്, ഒരു ഷെയറിന് 4 ഷെയർ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് 1:4 എന്നുള്ളതാണ് റേഷ്യോ. ദാറ്റ് മീൻസ് റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 20,000 ഇൻറ്റു 4/1 ഈസ് ഈക്വൽ ടു 80,000. 80,000 അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് എത്ര അഡീഷണൽ ഷെയർ, ഇക്വിറ്റി ഷെയർ ആണ് ഉദ്ദേശിക്കുന്നത്, എത്ര അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം? 80,000 ഇക്വിറ്റി ഷെയർ. 80,000 20,000 ഇക്വിറ്റി ഷെയർ ആയിരുന്നു ഓൾറെഡി ആരുടെ കയ്യിലുണ്ടായിരുന്നത്? എ ലിമിറ്റഡിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അവരെ ടേക്കൺ ഓവർ ചെയ്തപ്പോൾ അവരുടെ ഓരോ ഷെയറിനും തുല്യമായിട്ട് 4 ഷെയർ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുത്തു.
അപ്പം 20,000-ൻ്റെ 4 ഷെയർ അഡീഷണൽ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് 80,000 ഷെയർ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തു കൊടുക്കണം. ഓക്കെ, അതാണ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. 20,000 ഇൻറ്റു 4/1 80,000. അപ്പോൾ 3 സ്റ്റേജ് കംപ്ലീറ്റ് ആയല്ലോ. 3 സ്റ്റേജിൽ ഒന്ന് നമ്മൾ എന്താ പറഞ്ഞത്, ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് ഷെയർസ് നെറ്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, നെറ്റ് അസെറ്റും നമ്പർ ഓഫ് ഷെയർസും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എയുടേത് 400 കിട്ടി, ബിയുടേത് 100 കിട്ടി. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു ഫസ്റ്റ് സ്റ്റേജ്. ദെൻ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ് സെക്കൻഡ് ഉണ്ടാവുക. അപ്പോൾ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെല്ലിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ ഡിവൈഡഡ് ബൈ പർച്ചേസിംഗ് കമ്പനി ഇൻട്രിൻസിക് വാല്യൂ ആണ്. സെല്ലിംഗ് കമ്പനിയുടേത് 400 ആണ്, പർച്ചേസിംഗ് കമ്പനിയുടെ 100 ആണ്. ദെൻ 400 ഡിവൈഡഡ് ബൈ 100 is equal to 4. That is ratio of exchange. That means 1:4. ഓരോ 1 ഷെയറിനും അഡീഷണൽ ആയിട്ട് 4 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. പർച്ചേസിംഗ് കമ്പനിയുടെ 4 ഷെയർ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് 20,000 ഇൻറ്റു 4/1 is equal to 80,000. ഇപ്പോൾ 3 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇൻട്രിൻസിക് വാല്യൂ, റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. ദെൻ ഇനി പർച്ചേസ് കൺസിഡറേഷൻ അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? ദെൻ അണ്ടർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് പർച്ചേസ് കൺസിഡറേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയറിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിൻ്റെ ബേസിലാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ പർച്ചേസിംഗ് കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ്? പർച്ചേസിംഗ് കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ നോക്കിക്കേ, എ ലിമിറ്റഡ് ആണ് പർച്ചേസിംഗ് കമ്പനി. എ ലിമിറ്റഡിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നോക്കിക്കേ, 80 lakh ഡിവൈഡഡ് ബൈ 20,000 is equal to 400 ആണ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് പർച്ചേസിംഗ് കമ്പനി. ദെൻ ഇനി നമ്മുടെ പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷൻ നോക്കുക. പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നമ്മൾ അഡീഷണൽ ആയിട്ട് എത്ര ഷെയർ ആണ് ഇഷ്യൂ ചെയ്ത് കൊടുത്തത്? 80,000 അല്ലേ? ഓരോ 1 ഷെയറിനും അഡീഷണൽ ആയിട്ട് 4 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുത്തു. അപ്പോൾ 20,000 ഇൻറ്റു 4/1 ഈസ് ഈക്വൽ ടു 80,000 കിട്ടി. അപ്പോൾ 80,000 ഇൻറ്റു പർച്ചേസിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ 400, 80,000 ഇൻറ്റു 400 എമൗണ്ട് എത്ര കിട്ടും? 3,20 lakhs. ഓക്കെ, 3,20,00,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? എ ലിമിറ്റഡിനെ ബി ലിമിറ്റഡ് ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് പർച്ചേസ് കൺസിഡറേഷനായിട്ട് നൽകണം. ഓക്കെ, 3,20 lakhs, 3,20,00,000 രൂപ കൊടുത്തുകൊണ്ടാണ് ബി ലിമിറ്റഡ് എ ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുക. ഇതാണ് പർച്ചേസ് കൺസിഡറേഷൻ അണ്ടർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഓക്കെ, ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രോബ്ലത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ജേണൽ എൻട്രീസ് ആണ് ഇനി അടുത്തതായിട്ട് പറയുക. ജേണൽ എൻട്രീസ് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്ന സമയത്ത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ജേണൽ എൻട്രീസ് എഴുതാനുണ്ടാവുക. അമാൽഗമേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം നമ്മളൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ ഓൾറെഡി ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തരും. അല്ല എങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് 90% പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടാറുള്ളത് നെറ്റ് അസെറ്റ് മെത്തേഡ് പ്രകാരവും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരവുമാണ്. ഓക്കെ, ലംസം മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നേരിട്ട് തരണം. ഓക്കെ, പിന്നെ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് പ്രകാരം നമ്മൾ ആ ഒരു മെത്തേഡായിട്ട് പഠിക്കുക എന്നേ ഉള്ളൂ. അതിനകത്ത് ആ രീതിയിൽ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനകത്ത് തരാറില്ല. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലംസം മെത്തേഡ് ഡയറക്റ്റ് ആയിട്ട് തരും. ലാസ്റ്റ് മെത്തേഡ് പ്രകാരം അങ്ങനെ ക്വസ്റ്റ്യനകത്ത് കാണാറില്ല. പക്ഷേ അതിനിടയിൽ വരുന്ന 2 മെത്തേഡ്സ്, അതായത് നെറ്റ് അസെറ്റ് മെത്തേഡും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രകാരമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തരിക. അപ്പോൾ ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന 4 മെത്തേഡുകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അതെന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യനകത്തും നമുക്ക് ഓൾറെഡി പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും. അവിടെ നമുക്ക് ഓരോ മെത്തേഡും ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമുക്കവിടെ ചെയ്യാം. ഇപ്പോൾ കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 4 മെത്തേഡ്സ് ഉണ്ട്. ലംസം മെത്തേഡ്, നെറ്റ് അസെറ്റ് മെത്തേഡ്, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജേണൽ എൻട്രീസ് അമാൽഗമേഷൻ്റെ മെത്തേഡ് പ്രകാരം ജേണൽ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ്, ട്രാൻസ്ഫറർ കമ്പനിയുടെ ജേണൽ എൻട്രീസ് പറയാനുണ്ട്, ട്രാൻസ്ഫറി കമ്പനിയുടെ ജേണൽ എൻട്രീസ് സെപ്പറേറ്റ് ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഓരോ ജേണൽ എൻട്രീസ് പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.